ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഹരിത. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പനീർ വീട്ടിൽ തന്നെ കറി വെച്ചാലോ, അതും പനീർ നമുക്ക് തന്നെ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് 3 പാക്കറ്റ് പാൽ വേണം. അത് നന്നായി തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് പൊന്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വന്ന് ഒന്ന് പൊന്തിയാൽ മതി. ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. കാരണം പുറത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല പൈസ വരും. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കിട്ടും. നിങ്ങൾ കണ്ടോട്ടെ, ഇത് ഉണ്ടാക്കി വരുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് ഇതിനെന്ന്. അത് കഴിഞ്ഞ് നന്നായി ഇതേ പതഞ്ഞ് അത് വന്നു. അത് വന്നു കഴിഞ്ഞാൽ നമുക്കത് പിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ചേർക്കാം. വിനാഗിരി ഒരു 1-2 സ്പൂണാണ് ഞാൻ ചേർത്തേക്കണേ കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടാവണം കേട്ടോ. അത് കഴിഞ്ഞ് നന്നായി അത് ഇളക്കി കൊടുക്കുമ്പോൾ അതങ്ങനെ വിട്ട് വരണം. നമുക്ക് കാണാം. അത് വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പം ഞാനതിന് ഇത്തിരി തണുത്ത വെള്ളം ചേർക്കട്ടെ. ഈ തുണിയിലേക്ക് ഇത് മാറ്റി കഴിഞ്ഞ് ഇത്തിരി തണുത്ത വെള്ളം ചേർത്ത് ഒന്ന് ഇതാക്കിയെടുക്കും. അത് കഴിഞ്ഞ് നന്നായി ടൈറ്റായി കെട്ടി അതിൻ്റെ വെള്ളമൊക്കെ കളയും. അത് കഴിഞ്ഞ് അതിന്മേൽ വെയിറ്റ് കയറ്റി വയ്ക്കും. നല്ലോണം അമർത്തി വെച്ച് നല്ല വെയിറ്റ് കയറ്റി വയ്ക്കും. അത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി നമുക്കതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നത് നമ്മൾ സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ നമ്മളിത് കറി വയ്ക്കാറാകുമ്പോഴേക്ക് എടുത്താൽ മതി. ഒരു 5-6 മണിക്കൂർ അതിരുന്നോട്ടെ. ആ നേരം കൊണ്ട് നമുക്കത് ഇനി സെറ്റായിട്ടുണ്ട് നമ്മുടെ പനീർ. അത് നമുക്ക് മുറിച്ച് ക്യൂബ്സ് ആക്കാം. അത് കഴിഞ്ഞ് നമുക്കത് അതിലേക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ച് വയ്ക്കണം. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, തിളച്ച വെള്ളത്തിൽ. അതിനിടയിൽ വെള്ളയപ്പം ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് കറി. അതിലേക്ക് തക്കാളി, സബോള നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് നമ്മുടെ പനീർ സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ തക്കാളി, സബോളയും നന്നായി വാട്ടിയെടുക്കുക. അതിലേക്ക് നമ്മുടെ കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക്, ഉപ്പ് ഇതൊക്കെ നമ്മൾ ചേർത്ത് നന്നായി അതിനെ വഴറ്റിയെടുക്കുക. ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ ഇത്തിരി തണുത്ത വെള്ളത്തിൽ ഇറക്കി വയ്ക്കും കേട്ടോ. അത് അരച്ചെടുക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ഈ അരച്ച് വെച്ചേക്കണേ ഇതിടുക. അത് കഴിഞ്ഞാൽ നമ്മളതിൽ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നമ്മുടെ പനീർ കുട്ടപ്പനെ അതിൽ തട്ടി കൊടുക്കുക. നന്നായി തിളയ്ക്കാൻ വിടുക. നമ്മുടെ കറി റെഡിയായി കേട്ടോ. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. നമ്മൾ വെള്ളയപ്പത്തിൻ്റെ ഒപ്പമാണ് ഇത് കഴിക്കണത്. നമ്മൾ വെള്ളയപ്പത്തിൻ്റെ ഒപ്പം അടിപൊളി കറി നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമായി. അച്ഛനും അമ്മയ്ക്കൊക്കെ നന്നായി ഇഷ്ടമായി കേട്ടോ. അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.